6 പതിറ്റാണ്ടിലേറെ കാലമായി ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിനെക്കുറിച്ച് സമൂഹത്തിൽ പല തൽപര കക്ഷികളും തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേരള ഷൂറ അംഗം ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും NK അബ്ദുൽ അസീസും നടത്തുന്ന സംഭാഷണമാണ് ഇത്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിനെക്കുറിച്ച് അടുത്തറിയാനും വസ്തുതകൾ മനസ്സിലാക്കുവാനും ഈ സംഭാഷണം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷെയ്ഖ് സാഹിബ് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള ഒരു സംഭാഷണത്തിലാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്താണ് എന്ന് ഷെയ്ഖ് സാഹിബിന് വളരെ ചുരുങ്ങിയ വാക്കുകളിലൊന്ന് വിശദീകരിക്കാൻ കഴിയും? ഇൻഷാ അല്ലാഹ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യർക്കും നൽകിയ അതേ ആദർശമാണ്. എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിനെ ഏറ്റുവാങ്ങിയതും പ്രബോധനം ചെയ്തതുമായ ആദർശം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു, അമാ അർസൽന മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല, ലാ ഇലാഹ ഇല്ലാ അന, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശം ബോധം നൽകിക്കൊണ്ടല്ലാതെ. നബി തിരുമേനി അരുൾ ചെയ്തു, അഫ്ദലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ. ഞാനും എനിക്കുമുള്ള മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അതിനാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശവും ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അന്ത്യപ്രവാചകനായ നബി തിരുമേനിയിലൂടെയാണ് ഈ ദീന് മനുഷ്യ സമൂഹത്തിൽ ലഭിച്ചത്. അതുകൊണ്ട് പ്രവാചകനിലുള്ള വിശ്വാസം മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതും ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശമാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം. എന്ന് പറഞ്ഞാൽ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രമല്ല, എല്ലാ മുസ്ലിങ്ങളുടെയും ആദർശമല്ല ഷെയ്ഖ് സാഹിബ്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്ന് പറയുമ്പോഴുള്ള വ്യത്യാസം എന്താ? അത് ചെറിയൊരു വിശദീകരണം അർഹിക്കുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ശ്വസിക്കാനുള്ള വായുവോ കുടിക്കാനുള്ള വെള്ളമോ നിൽക്കാനുള്ള ഇടമോ കൊണ്ടുവന്നില്ല. നാം ആഗ്രഹിച്ചോ ശ്രമിച്ചോ അല്ല ഈ ഭൂമിയിൽ ജനിച്ചതും വളർന്നതും. അതുകൊണ്ട് നമ്മുടേതായ യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നുമില്ല. സാധാരണഗതി പറയാറുണ്ട് എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ നാക്ക്, എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം എന്നൊക്കെ. പക്ഷെ നമുക്കറിയാമല്ലോ ഈ കൈ നമ്മുടേതല്ല, ആണെങ്കിൽ വേദന വരില്ല. കണ്ണ് നമ്മുടേതല്ല, ആണെങ്കിൽ കാഴ്ചശക്തി കുറയില്ല. മുഖം നമ്മുടേതല്ല, ആയിരുന്നെങ്കിൽ ചുളികയില്ല. തലമുടി നമ്മുടേതാണെങ്കിൽ നരക്കുകയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊന്നും നമ്മുടേതല്ല. കാരണം അതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, അള്ളാഹു നൽകിയതാണ്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ. നിങ്ങൾക്ക് കണ്ണും കാതും കരളും എല്ലാം നൽകിയത് അള്ളാഹുവാണ്. പക്ഷെ വളരെ കുറച്ച് ആളുകളെ നന്ദി കാണിക്കുന്നുള്ളൂ. ഇതൊന്നും നമ്മുടേതല്ല എങ്കിൽ അവ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? ആരാണ് തീരുമാനിക്കേണ്ടത്? അത് നൽകിയ അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത്. അലാ ലൗഹിൽ ഖൽഖ് വൽ അംർ. ആരാണോ സൃഷ്ടികർമ്മം നിർവഹിച്ചത് അവനെ കൽപ്പനാധികാരമുള്ളൂ. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ. വിധിക്കുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. അവന് മാത്രം വഴിപ്പെട്ട് ജീവിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് ആരാണ് തീരുമാനിക്കേണ്ടത്? അത് അള്ളാഹുവാണ്. നാവ് കൊണ്ട് എന്ത് പറയണം, എന്ത് പറയരുത് ആരാണ് തീരുമാനിക്കേണ്ടത്? അള്ളാഹുവാണ്. കണ്ണുകൊണ്ട് എന്തെല്ലാം കാണാം, എന്തെല്ലാം കാണരുത് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. അതങ്ങനെ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ് എന്നത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിലാണോ? മുസ്ലിം സമൂഹത്തിലെ കേരളത്തിലെ ചില ആളുകളെങ്കിലും ധരിക്കുന്നു ആരാധനാപരമായ കാര്യങ്ങൾ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. പക്ഷെ പൊതുജീവിതത്തിൽ അത് ആർക്കും തീരുമാനിക്കാമെന്ന്. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ദൈവത്തിന് ചില പരിധികൾ ഏർപ്പെടുത്തുകയാണ്. ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ, അള്ളാഹുവേ, നീയാണ് ഞങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനും, ശരിയാണ്. പക്ഷേ നീ ആരാധനാ കാര്യങ്ങൾക്ക് പുറത്ത് പ്രവേശിക്കാൻ പാടില്ല. പള്ളിയുടെ ചർച്ചിൻ്റെയോ അമ്പലത്തിൻ്റെയോ പുറത്ത് കിടക്കാൻ പാടില്ല. സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിലെല്ലാം നിയമമുണ്ടാക്കേണ്ടത് അള്ളാഹുവാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. എന്നാൽ ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നു അങ്ങനെയല്ല. പള്ളിയിൽ വെച്ച് കള്ളം പറയരുത്. പള്ളി വെച്ച് കള്ളം പറയാൻ പാടില്ലെങ്കിൽ പീടി വെച്ച് പറയാമോ? പഞ്ചായത്തിൽ വെച്ച് പറയാമോ? പാർലമെൻറ്റ് വെച്ച് പറയാമോ? എവിടെയും കള്ളം പറയാൻ പാടില്ല. പള്ളിയുടെ സ്വത്ത് കക്കാൻ പാടില്ല. എന്നാൽ പഞ്ചായത്തിൻ്റെ സ്വത്ത് വെക്കാമോ? സംസ്ഥാനത്തിൻ്റെ സ്വത്ത് വെക്കാമോ? കേന്ദ്രത്തിൻ്റെ സ്വത്ത് വെക്കാമോ? ആരുടെ സ്വത്തും കക്കാൻ പാടില്ല. പള്ളിയിലോ മതപ്രസംഗവേദിയിലോ തെറി പറയാൻ പാടില്ല. എന്നാൽ പ്രകടനത്തിലോ രാഷ്ട്രീയ സ്റ്റേജിലോ തെറി പറയാമോ?
പാടില്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിയമം നിർമ്മിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. ആ നിയമം മനുഷ്യരാശിക്ക് എത്തിച്ചെന്നത്, അത് പ്രയോഗവൽക്കരിച്ച് കാണിച്ചെന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനാൽ ഖുർആൻ പറഞ്ഞു, ഒമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു ഒമാ നഹാക്കും അൻഹു ഫൻതഹു. എന്തൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്നോ അതെല്ലാം നിങ്ങൾ സ്വീകരിക്കണം, എന്തൊക്കെ വിലക്കിയോ അതെല്ലാം ഉപേക്ഷിക്കുകയും വേണം. ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, വലാ റബ്ബിക ലാ യുമിനു ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയസല്ലിമൂ തസ്ലീമ. നിന്റെ നാഥനാണ് സത്യം. പ്രവാചകൻ ഒരു പ്രശ്നത്തിൽ തീരുമാനമെടുത്തു, അതല്പം പോലും അസ്ഥ്യതയില്ലാതെ പൂർണ്ണ മനസ്സോടെ സ്വയം സമർപ്പിച്ചുകൊണ്ട് അനുസരിക്കാവുന്നത് വരെ ആരും വിശ്വാസികളാവുകയില്ല. അതിനാൽ മുഴുവൻ ജീവിത മേഖലയിലും നിയമനിർമ്മാണത്തിനുള്ള അധികാരം അള്ളാഹുവിനാണ് എന്ന് അംഗീകരിക്കുകയും ആ നിയമങ്ങൾ നബിതിരുമേനിയോട് ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ ലഭിച്ച നിയമങ്ങൾ മുഴുവൻ ജീവിതത്തിലും സ്വീകരിക്കുകയും ചെയ്യുമെന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രായോഗിക മാതൃക പ്രവാചകനിലൂടെയാണ് ലഭിച്ചതെന്നും ആ ലഭിച്ചത് ജീവിതത്തിൽ അംഗീകരിക്കുമെന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവേണ്ടതുണ്ട്. അവിധം ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് അംഗീകരിക്കേണ്ടതുണ്ട്. അതിനെ അവിധം പൂർണ്ണതയോടുകൂടി അംഗീകരിച്ച് പൂർണ്ണതയോടുകൂടി പ്രബോധനം ചെയ്യുന്ന പ്രസ്ഥാനം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേകത. ശരി, ജമാഅത്തെ ഇസ്ലാമി മറ്റ് സംഘടനകളുടെ അപ്പുറം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ജമാഅത്തെ ഇസ്ലാമി എന്തിനു വേണ്ടിയാണ് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി എന്നല്ല മുഴുവൻ മുസ്ലിങ്ങളുടെയും യഥാർത്ഥ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പ്രതിഫലവും നേടിയെടുക്കുക, മരണശേഷം നരകത്തിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗം ലഭിക്കുക, അള്ളാഹുവിൻ്റെ ഹുബ്ബ്, അവൻ്റെ റിള, അതിൻ്റെ അർഹത നേടുക. എന്താണിത് ഭൂമിയിൽ ചെയ്യേണ്ടത്? അതൊരു ഭൂമിയിൽ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ ദീന് ഈ ഭൂമിയിൽ നടപ്പാക്കണം. എവിടെയെല്ലാമാണ്? വ്യക്തിജീവിതത്തിൽ വേണം, കുടുംബജീവിതത്തിൽ വേണം, സാമൂഹിക ക്രമത്തിൽ വേണം, സാമ്പത്തിക വ്യവസ്ഥയിൽ വേണം, സാംസ്കാരിക ജീവിതത്തിൽ വേണം, രാഷ്ട്രീയത്തിൽ വേണം, ഭരണത്തിൽ വേണം, നമ്മുടെ വീട്ടിൽ വേണം, നാട്ടിൽ വേണം, ലോകത്ത് വേണം. അപ്പം അള്ളാഹുവിൻ്റെ ദീനിനെ മുഴുവൻ ജീവിത മേഖലയും നടപ്പാക്കി അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പ്രതിഫലമായ സ്വർഗവും നേടിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യമാണ് മുഴുവൻ പ്രവാചകന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തത്. ശറലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക മാ വസൈനാ ബിഹി ഇബ്രാഹീമ വ മൂസ വ ഈസാ അൻ അഖീമുദ്ദീൻ വലാ തതഫറഖൂ ഫീഹി. പൂർവ്വ പ്രവാചകന്മാർക്കും അന്ത്യപ്രവാചകനായ നബി തിരുമേനിക്കുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്ത ലക്ഷ്യം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംസ്ഥാപനമാണ്, ഇഖാമത്ത് ദീനാണ്. ജമാഅത്തെ ഇസ്ലാമി അംഗീകരിച്ച ലക്ഷ്യവും അതുതന്നെയാണ്. അതുവഴി വ്യക്തിക്ക് ലഭിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പ്രതിഫലമായ ജന്നാത്തുൽ ഫിർദൗസുമാണ്. ഹുക്കുമത്തെ ഇലാഹിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നും ഇപ്പോൾ അത് ഇഖാമത്തുദ്ദീനാക്കി മാറ്റി പറഞ്ഞു എന്നും. അപ്പോൾ ഈ ഇഖാമത്തുദ്ദീനും ഹുക്കുമത്തെ ഇലാഹിയും തമ്മിലുള്ള മാറ്റം എന്താണ്? എന്തിനാണ് അത് മാറ്റി പറയുക എന്നുള്ളൊരു സംഭവം നടന്നത്? എന്തിനു വേണ്ടിയാണ്? ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞപ്പോൾ ദൈവിക ഭരണം, അത് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണമായി. മാത്രമല്ല വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദമാണ് ഇഖാമത്തുദ്ദീൻ. അപ്പോൾ ആ പദവും ഹുക്കുമത്തെ ഇലാഹിയും ഫലത്തിൽ ഒരേ ലക്ഷ്യമാണ്, ഒരേ ആശയത്തെയാണ് പ്രതിദാനിച്ചത്. അതെപ്രകാരം എന്ന് ചോദിച്ചാൽ ഹിമാലയത്തിന് മുകളിലെത്തുക, എവറസ്റ്റിലെത്തുക, രണ്ടും ഒരേ ആശയമാണ്. പക്ഷേ ഹിമാലയത്തിന് മുകളിലെത്തുക എന്ന് പറയുന്ന വിധത്തിലാകുമ്പോൾ തെറ്റിദ്ധാരണയില്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഇഖാമത്തുദ്ദീൻ എന്ന പദം പ്രയോഗിക്കാനുള്ള കാരണം. ഇത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വയം കണ്ടെത്തിയ ഒരു കാര്യമല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ തന്നെ അവിടുന്ന് പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തദ്ലുക്കുമുൽ അറബ് വതഖലുക്കുമുൽ അജം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കൂ, നിങ്ങൾക്ക് അറബ് കീഴ്പ്പെടും, അനറബ് നിങ്ങൾക്ക് അധീനപ്പെടുകയും ചെയ്യും. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിലെ രാഷ്ട്രീയ വിജയത്തെക്കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് അവിടുത്തെ നിവാസികളോട് പറയുമ്പോൾ 360 വിഗ്രഹങ്ങൾ വിശുദ്ധ കഅബയിലും പരിസര പ്രദേശത്തും ആരാധിക്കപ്പെടുന്നുണ്ട്. 5 നേരത്തെ സമയനിരതമായ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടില്ല, നോമ്പില്ല, സകാത്തില്ല, ഹജ്ജില്ല. ആ ഘട്ടത്തിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൻ്റെ രാഷ്ട്രീയ വിജയത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ആ രാഷ്ട്രീയ വിജയം നേടിയെടുത്താലുണ്ടാകുന്ന അവസ്ഥയോ അത് വിശദീകരിച്ചതും ഇതേ കാലഘട്ടത്തിലാണ്. ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ കഅബയുടെ തന്നെ വിശ്രമിക്കാൻ
അപ്പോൾ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു നബി തിരുമേനിയെ സമീപിച്ചു. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഏറെ മർദ്ദിക്കപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ ഒരംഗമായിരുന്നു. അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ? നബി തിരുമേനി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞില്ല, ഇല്ല എന്നും പറഞ്ഞില്ല. മറിച്ച് വിപ്ലവത്തിൻ്റെ ഒരു രീതി ശാസ്ത്രം അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടുന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് ഒരു ജനത ഉണ്ടായിരുന്നു. അവർ ഒരു കിടങ്ങൊഴിച്ചതിൽ കൊണ്ടുവന്ന് നിർത്തി. ഈർച്ചവാൾ കൊണ്ടിരുന്ന് അവർ രണ്ടായി പകുത്തു. ഇരുമ്പ് കൊണ്ടുള്ള ചീർപ്പുകൊണ്ട് ചെയ്യുക അവരുടെ ശരീരത്തിലെ എല്ലും മാംസവും വേർപ്പെടുത്തി. അതൊന്നും അവരുടെ ആദർശത്തിൽ പിന്തിരിപ്പിച്ചില്ല. അതുകൊണ്ട് അള്ളാഹുവാണ് സത്യം. അല്ല യുത്തിമ്മന്നല്ലാഹു, അതെല്ലാം പറയും. അള്ളാഹു ഈ കാര്യം ഇവിടെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഏത് കാര്യം? ഖുബൈസ് പർവ്വതത്തിൽ വെച്ച് പറഞ്ഞ ആ കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം, ഈ ദീനിൻ്റെ സംസ്ഥാപനം, അതിവിടെ നിർവഹിക്കുക തന്നെ ചെയ്യും. അത് നിർവഹിച്ചാലോ പിന്നെ ഈ ഭൂമിയിൽ അള്ളാഹു അല്ലാതെ ആരും ആരാധിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ യേശുവിനെ ദൈവപുത്രനായി കണക്കാക്കപ്പെടുകയില്ല എന്നൊന്നും പറഞ്ഞില്ല. കാരണം എല്ലാവരും ഒരേ വിശ്വാസം സ്വീകരിച്ച് ഒരേ ആദർശം അംഗീകരിക്കുക എന്നത് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമത്തിൽ പെട്ടതല്ല. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ലൗ ഷാ അല്ലാഹു ലജഅല അന്നാസ ഉമ്മത്തൻ വാഹിദ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മനുഷ്യരൊക്കെ ഒറ്റ സമുദായമാകുമായിരുന്നു. വലൗ ഷാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമിഅ അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ. നിന്റെ നാഥൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരും ഒരൊറ്റ വിശ്വാസം സ്വീകരിക്കുമായിരുന്നു. പിന്നെ നീ ജനങ്ങൾ വിശ്വാസികളാകാൻ എന്തിനാണ് അവരെ നിർബന്ധിക്കുന്നത്? അതിനാൽ വിശ്വാസ വൈവിധ്യത, ബഹുസ്വരത, ബഹുമതത്വം എന്നത് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ദീനി ഭൂമി സ്ഥാപിതമായ എന്താ സംഭവിക്കുക? അത് നബി തിരുമേനി തന്നെ പറഞ്ഞു, ഹത്താ യസീറ റാക്കിം മിൻ സൊന്ന ഇലാ ഹളറമൗത്ത്. സൊന്ന മുതൽ ഹളറമൗത്ത് വരെ. ഇപ്പോഴേ ആ ജനാധിപത്യ പ്രക്ഷോഭം നടക്കുന്ന യമനിലെ പ്രദേശമാണ്. അവർ രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു യാത്രാ സംഘത്തിന് അള്ളാഹുവിനെയും തൻ്റെ ആടിനെ പിടിച്ചിരുന്ന ചെന്നായുമല്ലാതെ ആരെയും പേടിക്കാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന നിർഭയമായ, ശാന്തമായ, ഭദ്രമായ ഒരവസ്ഥയുണ്ടാവും. നമ്മുടെ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഒറ്റക്കൈയുണ്ട്, ആ ജാതി ആളുകളെ പേടിക്കേണ്ടി വരില്ല. നമ്മുടെ പാർലമെൻറ്റിലുള്ള ഒരുപാട് കൊലയാളികളും ക്രിമിനലും അത്തരം ആളുകളെ പേടിക്കേണ്ടി വരികയില്ല. അഥവാ ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞ ഹത്താ യസീറ റാക്കിമിൻ ഹിമാലയ ഇലാ കന്യാകുമാരി ഒരാ യഹാഫി ഇല്ലല്ല ഉദ്ദീപലാവനമി. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ ഒരു യാത്രാ സംഘത്തിന് പടച്ചവനെയും ചെന്നായുമല്ലാതെ ആരെയും പേടിക്കാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരവസ്ഥാവിഷയമുണ്ടാവും. അതാണ് ഇഖാമത്തിലൂടെ സ്ഥാപിതമാവുന്ന ഹുക്കുമത്തെ ഇലായിലൂടെ ഉണ്ടാകുന്ന ഒരു സമൂഹത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ അവസ്ഥ. ഇതായിരുന്നു നബി തിരുമേനി പറഞ്ഞത്. ഈ അവസ്ഥ സ്ഥാപിക്കലാണ് ജമാഅത്ത് ഇസ്ലാമി ലക്ഷ്യം വെച്ചത്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പ്രതിഫലവും നേടിയെടുക്കലാണ്. അപ്പോൾ ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ, പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നിങ്ങൾ ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാകും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? നമ്മൾ മറ്റു മുസ്ലിം സംഘടനകളൊക്കെ പറയുന്നത് പോലെ ഇവിടെയുള്ള ആളുകൾക്ക് അവിടെയുള്ള ഇസ്ലാമികമായിക്കൊണ്ടുള്ള അവരുടെ ജീവിത രീതി അതിനെ ക്രമപ്പെടുത്തുകയും അതിനെ നന്നാക്കിയെടുക്കുകയും അതിലുള്ള ഷിർക്കും അതുപോലെ കുഫ്റും ഒക്കെ തന്നെ മാറ്റി അവരെ നന്നാക്കിയെടുക്കുക എന്നതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്? ശരിയാണ്. തീർച്ചയായും ഇന്ത്യയെ പോലെയുള്ള സമൂഹത്തിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളല്ല. അവർക്ക് ഇസ്ലാമിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമി ഇഖാമത്തുദ്ദീനു വേണ്ടി, അള്ളാഹുവിൻ്റെ ദീൻ സംസ്ഥാപനത്തിന് വേണ്ടി ഈ രാജ്യത്ത് ആദ്യമായി ചെയ്യുന്നത് മഹാഭൂരിപക്ഷം വരുന്ന സഹോദര സമുദായങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധാരണ നീക്കി, അജ്ഞ നീക്കി അതിനവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. അങ്ങനെ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുക എന്നതാണ്. സാങ്കേതിക ഭാഷയിൽ ജമാഅത്ത് ഇസ്ലാമി അതിന് ദഅവത്ത് എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. അങ്ങനെ സഹോദര സമുദായങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് പ്രബോധനം ചെയ്യുക, പരിചയപ്പെടുത്തുക. മുസ്ലിം സമുദായത്തെ സംസ്കരിക്കേണ്ടതുണ്ട്. കാരണം മുസ്ലിം സമുദായത്തെ ഖുർആൻ വിശേഷിപ്പിച്ചത് ഒരു മാതൃകാ സമൂഹം, ഒരു ആദർശ പ്രബോധക സമൂഹം എന്നതാണ്. പക്ഷേ ഇന്നതൊരു പാരമ്പര്യ ജാതിയുടെ അവസ്ഥയാണ്. അതിനെ മുസ്ലിം സമുദായത്തെ സംസ്കരിക്കേണ്ടതുണ്ട്. പക്ഷേ അതുവഴി ഈ ഭൂമിയിൽ നേടിയെടുക്കേണ്ട അവസാനത്തെ അവസ്ഥ എന്താണ്? അതാണ് അള്ളാഹുവിൻ്റെ വ്യവസ്ഥ ഈ ഭൂമിയിൽ സ്ഥാപിതമാവുക എന്നത്. ഇത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഒരു പ്രദേശത്ത് ഇസ്ലാമിൻ്റെ ഈ രാഷ്ട്രീയവും ഭരണവുമൊക്കെ പറയാമോ എന്നതാണ് ചോദ്യം. തീർച്ചയായും അതിൽ പ്രവാചകനായിരിക്കണം നമ്മുടെ മാതൃക. പ്രവാചകൻ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ
ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വിജയത്തെക്കുറിച്ച്, വിജയത്തിലൂടെ ഉണ്ടാകുന്ന രാഷ്ട്രത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് പറഞ്ഞത് നാം നേരത്തെ വിശദീകരിക്കുകയുണ്ടായി. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. നോമ്പും സകാത്തും ഹജ്ജുമൊക്കെ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് 360 വിഗ്രഹങ്ങൾ വിശുദ്ധ കഅബയിലും പരിസര പ്രദേശങ്ങളിലും ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കെയാണ് നബി തിരുമേനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക രാഷ്ട്രവും ഭരണവും സ്ഥാപിച്ചത്. മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാകുമ്പോൾ അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമില്ല. ഏകദേശം 10,000 മദീനയുടെ ജനസംഖ്യ. അതിൽ മഹാഭൂരിപക്ഷവും യഹൂദരായിരുന്നു, ജൂതന്മാരായിരുന്നു. രണ്ടാമത്തെ അവിടുത്തെ സമൂഹം ബഹുദൈവാരാധകരായിരുന്നു. മുസ്ലിങ്ങൾ ഏകദേശം 1500 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്, അഥവാ 15%. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ അത്ര തന്നെ. എന്നിട്ടും അവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായി. എങ്ങനെയെന്ന ചോദ്യം പ്രസക്തമാണ്. അവിടെ യസ്രിബ്, പിൽക്കാലത്ത് മദീനത്തു നബിയായി മാറിയ യസ്രിബിൽ 22 ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു നൂറ്റാണ്ടോളം കാലമായി അവർ പരസ്പരം യുദ്ധത്തിനും കലാപത്തിനും കുഴപ്പത്തിനുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് യുദ്ധം മടുത്തിരുന്നു. അതിന് പരിഹാരമുണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. സമർത്ഥനായ, സത്യസന്ധനായ, വിശ്വസ്തനായ ഒരു നേതാവിന്, ഒരു ഭരണാധികാരിയെ കിട്ടിയാൽ പ്രശ്നം പരിഹരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ ഹജ്ജ് വേളയിൽ മക്കയിലെത്തിയ ആളുകൾക്ക് പ്രവാചകനുമായി കണ്ടുമുട്ടാൻ സാധിച്ചു. അവിടുത്തെ ഗോത്രങ്ങൾക്ക് നബി തിരുമേനിലൂടെ യസ്രിബിൻ്റെ, മദീനയുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് ബോധ്യമായി. അങ്ങനെയാണ് 12 ഗോത്രങ്ങളുടെ പ്രേരണയാൽ നബി തിരുമേനിയെ മക്കയിൽ നിന്ന് യസ്രിബിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. അവർ നബി തിരുമേനിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. യസ്രിബ് എന്ന തങ്ങളുടെ പ്രദേശത്തിന് മദീനത്തു നബി, പ്രവാചകൻ്റെ പട്ടണം എന്ന പേര് നൽകി. പ്രവാചകനെ അവിടുത്തെ ഭരണാധികാരിയായി നിശ്ചയിച്ചു. നബി തിരുമേനിയും ആ പ്രദേശവാസികളും കൂടി ആ രാജ്യത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കി. 57 ഗണ്ണികളുള്ള ഭരണഘടന. അതിൽ ആദ്യ ഭാഗം മുസ്ലിങ്ങളായ മക്കയിൽ നിന്നെത്തിയ മുഹാജിറുകളും മദീനയിലെ അൻസാറുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണെങ്കിൽ, അവസാന ഭാഗം അമുസ്ലിങ്ങളായ യഹൂദരും മറ്റ് സമൂഹങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ യസ്രിബിലാണ് ആദ്യമായി ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടവും സ്ഥാപിതമായത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിക രാഷ്ട്രം വമ്പിച്ച വികാസം നേടി. ഇറാൻ, ഇറാഖ്, സിറിയ, ജോർഡാൻ, ഫലസ്തീൻ, ഈജിപ്ത് തുടങ്ങിയ ഭൂപ്രദേശങ്ങളെല്ലാം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമായി മാറി. ഈ വിശാലമായ ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിങ്ങൾ 2% എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. അവിടെ മുസ്ലിങ്ങൾ 50% ഏകദേശം 400 കൊല്ലത്തോളം ആയ ശേഷമാണ്. എന്നിട്ട് എങ്ങനെ അവിടെ ഇസ്ലാമിക രാഷ്ട്രവും ഭരണവും വന്നു എന്ന് ചോദിച്ചാൽ, ആ പ്രദേശത്തെ ആളുകൾക്ക് നന്നായി ബോധ്യമായി ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ, ഭരണ, സാമ്പത്തിക, സാമൂഹിക വ്യവസ്ഥയാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ നാടിനും നല്ലത് എന്ന്. അതുകൊണ്ടാണ് അവർ ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ ആയിക്കൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഭരണത്തെയും ഇസ്ലാമിക രാഷ്ട്രീയത്തെയും രാഷ്ട്രത്തെയും സ്വാഗതം ചെയ്തത്. അതിനാൽ ജമാഅത്ത് ഇസ്ലാമി രാജ്യത്ത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെയും ഭരണത്തെയും പരിചയപ്പെടുത്തുന്ന പോലെ മുഴുവൻ മുസ്ലിങ്ങളും അതിനെ പ്രതിദാനം ചെയ്താൽ 15% മുസ്ലിങ്ങൾ മുഴുവനും ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെയും ഭരണത്തിൻ്റെയും സവിശേഷതകൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ തീർച്ചയായും അത് ഈ രാജ്യനിവാസികൾക്കും സ്വീകാര്യമായി മാറും. അങ്ങനെ ഇസ്ലാമിനെ അതിൻ്റെ സമഗ്രതയോടെ, അതിൻ്റെ പൂർണ്ണതയോടെ ഈ രാജ്യനിവാസികളുടെ മുമ്പിൽ സമർപ്പിക്കണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. അതിനാണ് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് ധാരാളം സംഘടനകൾ ഇവിടെ ഉണ്ടായിരിക്കെ ഇങ്ങനെ ഒരു ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് മതരാഷ്ട്രവാദമല്ലേ? മതരാഷ്ട്രവാദം യഥാർത്ഥത്തിൽ ഇന്ത്യക്കും ഇന്ത്യയെപ്പോലുള്ള രാജ്യത്ത് അപകടകരമായ ഒന്നല്ലേ എന്നാണ് എൻ്റെ അടുത്ത ചോദ്യം. ഇസ്ലാമിക ഭരണത്തെയും രാഷ്ട്രത്തെയും മതരാഷ്ട്രം എന്നൊരിക്കലും വിശേഷിപ്പിക്കാൻ പാടില്ല, ശരിയുമല്ല. കാരണം മതരാഷ്ട്രം എന്ന പ്രയോഗം തന്നെ ഉണ്ടാവുന്നത് പാശ്ചാത്യ ലോകത്താണ്. അതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റിനെ കുറിച്ചുള്ള പ്രയോഗമാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഞാൻ സൂചിപ്പിച്ചു, അതിൻ്റെ ആരംഭഘട്ടത്തിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നില്ല. അവിടെ വ്യത്യസ്ത മതസമൂഹങ്ങളുണ്ടായിരുന്നു. ഒരു സെക്കുലർ സമൂഹത്തിൽ വിവിധ മതസമൂഹങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ മികച്ച സ്വാതന്ത്ര്യമാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ മുസ്ലിങ്ങളല്ലാത്ത ജനവിഭാഗങ്ങൾക്ക് ലഭിച്ചത്. അവിടുത്തെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ബഹുദൈവ ആരാധകർക്കും സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിക്കുകയുണ്ടായി. ഒരുവിധ മതപരമായ കാര്യങ്ങൾക്ക് അവരെ നിർബന്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിലൂടെയും ഭരണത്തിലൂടെയും ജനങ്ങൾ അനുഭവിച്ചറിയുന്നത്? അവർക്ക് എന്താണ് ലഭ്യമാവുക?
ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പ്രവാചകനെ കഴിച്ചാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഭരണമാതൃക ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റേതാണ്. ആ ഭരണത്തിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചത് എന്ത് എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും, ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ നീതിയായിരുന്നു. സാമൂഹ്യ നീതി എന്ന് പറഞ്ഞാൽ മൗലിക മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം, മൗലിക മനുഷ്യാവശ്യങ്ങളുടെ പൂർത്തീകരണം, അതോടൊപ്പം തന്നെ അതിരുകളില്ലാത്ത ജനസേവനം, അതുല്യമായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ത്യാഗം, പൊതുമുതലിൻ്റെ സത്യസന്ധമായ നീതിപൂർവമായ വിനിയോഗം, ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ നീതിപൂർവമായ തീർപ്പ്. ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ മുസ്ലിങ്ങളായിരുന്നു? അല്ല, എല്ലാവരുമായിരുന്നു. ആ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുമായിരുന്നു. ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണമാണ് ഏറ്റവും മികച്ച ഭരണമെന്ന് ഞാൻ സൂചിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തിൻ്റെ ശുഭകരമായ സന്ദർഭത്തിൽ ഇന്ത്യക്ക് വേണ്ടത് ഖലീഫ ഉമറിൻ്റെ ഭരണമാണെന്ന് പറയാനുള്ള കാരണം. ആ ഭരണകാലത്ത് അത് ഏറ്റവും ശ്രദ്ധേയമായത് നീതിയുടെ നിർവഹണത്തിലൂടെ. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നീതി നിർവഹണത്തിലെ ഏറ്റവും വലിയ ഗുണഭോക്താവാരാണ്? ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടത് ഒരു മുസ്ലിമല്ല, ഒരു കോപ്റ്റ് ക്രിസ്ത്യാനിയാണ്. ഈജിപ്തിലെ ഗവർണറായിരുന്ന അംറുബിലാസിൻ്റെ മകൻ മുഹമ്മദ് ഒരു കോപ്റ്റ് ക്രിസ്ത്യാനിയുമായി ശണ്ട കൂടി. കോപാകുലനായ ഗവർണറുടെ മകൻ ആ ക്രിസ്ത്യാനിയെ അടിച്ചു. പരാതി ഖലീഫയുടെ മുമ്പിലെത്തി. ഖലീഫ വിചാരണ ചെയ്തപ്പോൾ സംഭവം ശരിയാണെന്ന് ബോധ്യമായി. ഉടനെ തൻ്റെ വശമുണ്ടായിരുന്ന ചാട്ടവാറ് ആ കോപ്റ്റ് ക്രിസ്ത്യാനിയുടെ വശം കൊടുത്തുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഈ മാന്യനായ ഗവർണർ, അയാളുടെ മാന്യനായ മകൻ, അയാൾ അടിച്ചോളൂ എന്ന് പറഞ്ഞു. ചാട്ടവാറ് കൊണ്ട് ഈ കോപ്റ്റ് ക്രിസ്ത്യാനി ഗവർണറുടെ മകനെ അടിച്ചു നിർത്തിയപ്പോൾ പറഞ്ഞു, വേണമെങ്കിൽ ബാപ്പയുടെ അധികാരമാണല്ലോ ഈ ധിക്കാരത്തിനാണ് പ്രേരിപ്പിച്ച്, നീ ബാപ്പയും അടിക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ച ചോദ്യമുണ്ട്, അത് ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെടേണ്ടവയാണ്. മത്താ ഇസ്തബത്തുമുന്നാസ് ലക്കത് വലത്തും ഉമ്മഹാത്തും ഹറാറ. എപ്പോഴാണ് നിങ്ങൾ മനുഷ്യരെ അടിമകളാക്കാൻ തുടങ്ങിയത്? അവിടെ മാതാക്കൾ അവരെ സ്വതന്ത്രരായാണല്ലോ പ്രസവിച്ചത്. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണത്തിൻ്റെ നീതി നിർവഹണത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത് ഒരു മുസ്ലിം അല്ല, ഒരു കോപ്റ്റ് ക്രിസ്ത്യാനിയാണ്. ഇനി സാമൂഹ്യ നീതിയുടെ കാര്യമോ? ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. ഒരു യാചകനുണ്ട്, നോക്കുമ്പോൾ ഒരു ജൂതനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ യാചിക്കാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ദാരിദ്ര്യമാണെന്ന്. സംഭവം ശരിയാണെന്ന് ബോധ്യമായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പക്ഷം ഒരു എഴുത്ത് കൊടുത്തയച്ചു. പൊതുഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരൻ, ബൈത്തുൽമാലിൻ്റെ സൂക്ഷിപ്പുകാരൻ. ആ എഴുത്തിൽ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ യൗവനം ഈ രാജ്യം ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വാർദ്ധക്യത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. അതുകൊണ്ട് എല്ലാ മാസവും അദ്ദേഹത്തിന് പൊതുഖജനാവിന് വിഹിതം നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. അതിൽ ഗുണഭോക്താവ് പോലും ഒരു ജൂതനായിരുന്നു എന്നർത്ഥം. അഥവാ ഇസ്ലാമിക രാഷ്ട്രം എന്ന ഒരു മതരാഷ്ട്രമല്ല, അതൊരു വിശ്വമാനവികതയുടെ ഭരണ സംവിധാനമാണ്. ഒരു സാമൂഹ്യ നീതിയുടെ മാനവികതയുടെ രാഷ്ട്രമാണ്. അതിനെ മതരാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ച് പാശ്ചാത്യരാണ്. ഇവിടെ ആരെങ്കിലും അത് പറയുന്നുവെങ്കിൽ പാശ്ചാത്യരുടെ മെഗഫോണുകളായി അവരുടെ അടിമകളായി അത് ഏറ്റുപറയുക മാത്രമാണ് അവർ ചെയ്യുന്നത്. ശരി, ഈ ജനാധിപത്യം, ഇപ്പം ഈ മതരാഷ്ട്രവാദത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും ജനാധിപത്യം എന്നുള്ള ഒരു വ്യവസ്ഥിതിയോട് എങ്ങനെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമി ഇതുവരെ പ്രതികരിച്ചിരുന്നത്? അതിനോടുള്ള രീതി എന്തായിരുന്നു? ഒരു കാലത്ത് ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ പോലെ വോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ജമാഅത്ത് എത്തുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും മറ്റ് സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ഇപ്പം മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് സാഹിബ് എന്താ അതിന് മറുപടി പറയാം? ജമാഅത്തെ ഇസ്ലാമിയും ജനാധിപത്യത്തെക്കുറിച്ചും അതിന് മൗലികമായ അടിസ്ഥാനപരമായ തിന്മ എന്താണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ തത്വമുണ്ട്, അത് നിയമം നിർമ്മിക്കാനുള്ള പരമാധികാരം ജനങ്ങൾക്കാണ് എന്നതാണ്. അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അഥവാ ന്യൂനപക്ഷ പ്രകാരമാണ് ശരിയും തെറ്റും നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും തീരുമാനിക്കേണ്ടത് എന്നതാണ്. 51% പറഞ്ഞാൽ അത് നിയമമായി മാറുക, അത് ശരിയായി മാറുക, അത് നീതിയായി മാറുക. 51% ഈ രാജ്യത്ത് മദ്യം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുക, അതിന് വരുമാനം തിന്നണമെന്ന് ആഗ്രഹിക്കുക. 51% വേശ്യാവൃത്തി അനുവദിക്കുക, 51% സ്വവർഗരീതി അനുവദിക്കുക. അപ്പോൾ അതെല്ലാം നിയമമായി മാറുക. അതുണ്ടാക്കാനുള്ള അധികാരം ജനങ്ങൾക്കാണ്, അല്ലെങ്കിൽ അസംബ്ലിക്കാണ്, അല്ലെങ്കിൽ മന്ത്രിസഭക്കാണെന്ന് തീരുമാനിക്കാം. രണ്ടാൾ കൂറുമാറി 59% 49% മാറിയാൽ ശരി തെറ്റും തെറ്റ് ശരിയുമായി മാറുക. ഇത് യഥാർത്ഥത്തിൽ ഒരു മതവിശ്വാസിക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, ഒരു ദൈവവിശ്വാസിക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ശാശ്വത മൂല്യങ്ങളിൽ
അനശ്വരമായ ധർമ്മങ്ങളിൽ അംഗീകരിക്കുന്ന ആർക്കും ജനാധിപത്യത്തിൻ്റെ ഈ തത്വത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല. അതേസമയം ജനാധിപത്യം ഒരു രീതിശാസ്ത്രമാണ്. ഇന്ത്യ ജനാധിപത്യത്തെ ഒരു രീതിശാസ്ത്രമായാണ് അംഗീകരിച്ചത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യം ഭരിക്കേണ്ടത് ആരാണ്? സംശയമില്ല, ഈ രാജ്യം ഭരിക്കേണ്ടത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടമാണ്. രാജാവല്ല, ചക്രവർത്തിയല്ല, ഏകാധിപതിയല്ല, സ്വേച്ഛാധിപതിയല്ല, പട്ടാള മേധാവിയല്ല. ഭരിക്കേണ്ടത് രാജ്യത്തെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടമാണ് ജനങ്ങളെ ഭരിക്കേണ്ടത്. ഈ രാജ്യത്തിന് വ്യവസ്ഥ മാറ്റേണ്ടത് എങ്ങനെയാണ്? അട്ടിമറിയിലൂടെയല്ല, പട്ടാള ഇപ്പഴത്തിലൂടെയല്ല, ജനങ്ങളുടെ മനസ്സ് മാറ്റിയാണ് രാജ്യത്തിന് വ്യവസ്ഥ മാറ്റേണ്ടത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ മൗലികമായ 2 മൂല്യങ്ങൾ, ഒരു രീതിശാസ്ത്രം എന്ന രീതിയിൽ മനം മാറ്റത്തിലൂടെ വ്യവസ്ഥാമാറ്റം എന്ന ജനാധിപത്യത്തിൻ്റെ തത്വത്തെയും രാജ്യം ഭരിക്കേണ്ടത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമാണ് എന്ന തത്വത്തെയും ജമാഅത്ത് ഇസ്ലാമി അംഗീകരിക്കുന്നു. അത് ആദ്യം മുതൽ ജമാഅത്ത് ഇസ്ലാമി എന്നോ ജനാധിപത്യത്തെ വിശകലനം ചെയ്തിട്ടുള്ളൂ അന്ന് തന്നെ ഈ കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചാണ് അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. അത് 1948 പുനഃസംഘടിപ്പിച്ചത് 1961 വരെ ജമാഅത്ത് ഇസ്ലാമി തെരഞ്ഞെടുപ്പിൻ്റെ 2 വശങ്ങളാണ് വിശദീകരിച്ചിരുന്നത്. അത് രണ്ടും എന്നും ശരിയായ കാര്യമാണ്. അതൊന്ന് ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അല്ലാത്ത വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ. ഈ അനിസ്ലാമി വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിന് വിരുദ്ധമാണ്, അനിസ്ലാമികമാണ്, നിഷിദ്ധമാണ്. അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും നിഷിദ്ധമാണ്, അനിസ്ലാമികമാണ്, തൗഹീദിനെതിരാണ്. ഇന്നലെയാണ്, ഇന്നുമാണ്, നാളെയുമാണ്, ഖിയാമത്ത് നാൾ വരെയുമാണ്. അത് മാറുകയില്ല. അതേസമയം അന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ഇസ്ലാമിൻ്റെ വ്യവസ്ഥ സ്ഥാപിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, അങ്ങനെ വ്യവസ്ഥ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കേണ്ടതാണ്. യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ പങ്കെടുക്കുന്നത് എന്ന ചോദ്യം ഉയർന്നേക്കാം. 1960-കളായപ്പോഴേക്കും ഇന്ത്യയിൽ വലിയ തോതിൽ വർഗീയലാപങ്ങളുണ്ടായി. മുസ്ലിം പേഴ്സണൽ ലോ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി. അത് മാറ്റിത്തിരുത്തണമെന്ന വാദമുണ്ടായി. അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ന്യൂനപക്ഷ സ്വഭാവം എടുത്തു കളയപ്പെട്ടു. ബാബരി മസ്ജിദ് പ്രശ്നം ഇന്ത്യയിൽ വലിയ കാര്യമായി സമൂഹത്തിൽ ഉയർന്നു വന്നു. മുസ്ലിം പള്ളികൾ അനാധീനമായി, വഖഫ് സ്വത്തുക്കൾ അനാധീനമാക്കപ്പെട്ടു. ഈ ഘട്ടത്തിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും മുഖ്യ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് ഇതര ജനവിഭാഗങ്ങളുടെ ന്യായമായ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് തെരഞ്ഞെടുപ്പിനെയും വോട്ടിങ്ങിനെയും ഉപയോഗപ്പെടുത്താമോ? തീർച്ചയായും ഉപയോഗപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. കാരണം അത് ഇഖാമത്തുദ്ദീൻ്റെ ഭാഗമാണ്. മൂസ അലൈഹി ഇസ്ലാം നിർവഹിച്ച വലിയ നിയോഗമാണ് സ്വന്തം സമുദായത്തിൻ്റെ സുരക്ഷിതത്വം, സംരക്ഷണം എന്നത്. അതിനുവേണ്ടി ഇലക്ഷൻ രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്താമെന്ന് ജമാഅത്ത് ഇസ്ലാമി തീരുമാനിച്ചു. അങ്ങനെയാണ് ഇലക്ഷനിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. ആ ഇലക്ഷനിൽ പങ്കെടുത്ത് വോട്ട് രേഖപ്പെടുത്തുക എന്നത് മറ്റു സംഘടനകൾ ചെയ്യുന്ന അതുപോലെയാണോ? അത് അവർ എന്ത് ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നതെന്ന് അവരാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, രാഷ്ട്രീയത്തിലും ഭരണത്തിലും ദീൻ നോക്കേണ്ടതില്ല. അത് നിങ്ങളുടെ ദുന്യാവിൻ്റെ കാര്യമാണ്. അൻതും ആലമുൽ ബിഅംരി ദുന്യാക്കും, നിങ്ങളുടെ ദുന്യാവിൻ്റെ കാര്യം നിങ്ങൾക്കാണ് കൂടുതൽ അറിയുക. അതുകൊണ്ട് രാഷ്ട്രീയത്തിലും ഭരണത്തിലും പൊതുജീവിതത്തിലൊക്കെ മനുഷ്യർക്ക് ഇഷ്ടം പോലെ സ്വീകരിക്കാമെന്ന് പറഞ്ഞവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാടിന് തീർത്തും വ്യത്യസ്തമാണ്. ഒരേ കാര്യം വ്യത്യസ്തമായ ഉദ്ദേശത്തോടെ ചെയ്താൽ അത് വ്യത്യസ്തമായ അവസ്ഥകളാണ് ഉണ്ടാവുക. ഉദാഹരണമാണ്, കാബ തവാഫ് ചെയ്തു. അബൂജാലും അബൂലാബും ഉത്തുബത്തും 360 വിഗ്രഹങ്ങൾ കാബ തവാഫ് ചെയ്തു. അത് ഷിർക്കാണ്. നബി തിരുമേനി സ്വലസമയവും അബൂബക്കർ റളിയല്ലാഹു ഒക്കെ വിശുദ്ധ കാബ തവാഫ് ചെയ്തു. അത് ഇബാദത്താണ്. കാരണം ഒരു കൂട്ടർ വിഗ്രഹങ്ങളുടെ പ്രീതിയാണ് പ്രതീക്ഷിച്ച്, വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ പ്രീതിയാണ് പ്രതീക്ഷിച്ച്. 2 കൂട്ടരും ചെയ്യുന്ന ഒരേ പണിയാണ്. 7 പ്രാവശ്യമാണ് കാബയെ അവർ ചുറ്റിയത്. ഹജറുൽ അസ്വദിൽ നിന്ന് ആരംഭിച്ച് അവിടെ തന്നെയാണ് അവസാനിച്ചത്. പ്രത്യക്ഷത്തിൽ കർമ്മം ഒന്നാണ്, പക്ഷേ ഉദ്ദേശ ലക്ഷ്യം രണ്ടായതുകൊണ്ട് ഒന്ന് തൗഹീദാണ്, മറ്റൊന്ന് ഷിർക്കാണ്. ഒന്ന് ഇബാദത്താണ്, മറ്റൊന്ന് ഷിർക്കാണ്. അപ്രകാരം തന്നെ നമസ്കാരം. അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് നമസ്കരിച്ചാൽ ഇബാദത്ത്, അശ്രദ്ധമായി നമസ്കരിച്ചാൽ നിഷിദ്ധത, ജനം കാണാൻ നമസ്കരിച്ചാൽ ഷിർക്ക്. ചെയ്യുന്ന കർമ്മം ഒന്നു തന്നെയാണ്, പക്ഷേ കർമ്മം ചെയ്യുന്നതിലെ ഉദ്ദേശവും ലക്ഷ്യവുമായി വ്യത്യാസമുണ്ട്. അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നടത്താനോ ഉദ്ദേശവും ലക്ഷ്യപ്രശ്നമാണെങ്കിൽ വോട്ട് ചെയ്യുന്നത് ലക്ഷ്യം പങ്കെടുക്കുന്നതെങ്കിൽ തൗഹീദിന് വിരുദ്ധം, നിഷിദ്ധം. അതേസമയം ഇസ്ലാമിക മൂല്യങ്ങൾ സാധ്യമാവുന്ന നേരത്തെ സ്ഥാപിക്കാനും ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മർദ്ദിതരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണെങ്കിൽ പുണ്യകർമ്മം, ഇബാദത്ത്. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ തെരഞ്ഞെടുപ്പ് പങ്കാളിത്തവും വോട്ട് രേഖപ്പെടുത്തലും മറ്റുള്ളവർ പോലെയാണോ എന്ന് പറയുക സാധ്യമല്ല. അവരെന്തൊരു ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടെ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത അവരുടേതാണ്. അപ്പോൾ ഷെയ്ഖ് സാഹിബ്,
ഒരുപാട് രാഷ്ട്രീയ പരിണാമങ്ങളിലൂടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ കടന്നുപോയിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. ഒരു കാലത്ത് വോട്ട് ചെയ്യൽ ഹറാമാണ് എന്ന് പറഞ്ഞു. പിന്നെ വോട്ട് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നൊരു വിഷയമായിട്ട് വന്നു. അതിനൊരു ഫാസിസ്റ്റ് വിരുദ്ധമായ രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക എന്നൊരു തലത്തിലേക്ക്, ഇങ്ങനെയുള്ള ഒരു അവസരവാദ നയമല്ലേ ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഇതുവരെ കൈക്കൊണ്ടിട്ടുള്ളതും ഇപ്പൊ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നതും? നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1961 തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ വിരോധമില്ലെന്നും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും താല്പര്യ സംരക്ഷണം ഉൾപ്പെടെ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ ദേശീയ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ, ഭരണത്തിൽ, രാഷ്ട്രീയത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ അതേ ഘട്ടത്തിൽ തന്നെ തീരുമാനിച്ചു 62 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് പങ്കെടുക്കേണ്ടതില്ല എന്ന്. അതിന് കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം ഈ രാജ്യത്തെ ചെറിയൊരു വിഭാഗം ആളുകളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളൂ. ജമാഅത്ത് ഇസ്ലാമിക്ക് വളരെ ശക്തിയും വളരെ സ്വാധീനവും ഇല്ല. മാത്രമല്ല, ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുറേ അധ്വാനവും സമ്പത്തുമൊക്കെ അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് 62 തെരഞ്ഞെടുപ്പ് പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ഓരോ 4 വർഷവും കഴിയുമ്പോൾ എത്രത്തോളം നമുക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ അണികളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിൽ അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥയിൽ ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ടു. മൗലികാവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടു. ഇന്ത്യയിൽ അടിമത്വം നിലവിൽ വന്നു. ആ അടിമത്തത്തെ സ്വാഗതം ചെയ്ത മുസ്ലിം സംഘടനകൾ, അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് പകലുകളെ പതിരാവുകളാക്കിയ ആ കരാളമായ അവസ്ഥ ഇന്ത്യയിൽ തുടരാൻ വേണ്ടി, ഇന്ദിരാഗാന്ധിക്ക് ദീർഘായുസ്സുണ്ടാകാൻ വേണ്ടി കേബടക്കില്ല പിടിച്ച് പ്രാർത്ഥിച്ച മതപണ്ഡിതന്മാരൊക്കെ കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി തീരുമാനിച്ചു ആ അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് ഇസ്ലാമിനും ഇസ്ലാമിക സമൂഹത്തിനും വളരെ അപകടകരമാണ്. അത് ഈ രാജ്യത്തെ ജനങ്ങൾക്കും അപകടകരമാണ്. അതുകൊണ്ട് അത് മാറേണ്ടതുണ്ട്. അങ്ങനെ അടിയന്തരാവസ്ഥക്കെതിരെ വോട്ട് രേഖപ്പെടുത്തി. പക്ഷേ അപ്പോഴും തീരുമാനിച്ചു ജമാഅത്ത് ഇസ്ലാമി പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കാൻ മാത്രം അതിന് ശക്തി ലഭിച്ചിട്ടില്ല എന്ന്. പക്ഷേ 1980 ജമാഅത്ത് ഇസ്ലാമിയുടെ ശക്തി വർദ്ധിച്ചു, സംഘടനാ സ്വാധീനം വർദ്ധിച്ചു. അപ്പോൾ 1985 തീരുമാനിച്ചു ഈ രാജ്യത്ത് ക്രിമിനൽ രാഷ്ട്രീയം വളർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ താല്പര്യം ഹനിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം അധസ്ഥിതരായ പിന്നാക്ക വർഗ്ഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്നുണ്ട്. ഈ ന്യായമായ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, അതോടൊപ്പം രാഷ്ട്രീയത്തിലെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവിക മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി ഇലക്ഷനിൽ പങ്കെടുക്കാം, വോട്ട് രേഖപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. പക്ഷേ 1990 ഇന്ത്യയുടെ അവസ്ഥ മാറി. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. വർഗീയ ഫാസിസം ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ ആ സാഹചര്യത്തിൻ്റെ അനിവാര്യമായ താല്പര്യമായിരുന്നു ഫാസിസത്തിനെതിരെ, വർഗീയ ഫാസിസത്തിനെതിരെ മതനിരപേക്ഷരായ ജനാധിപത്യ വിഭാഗങ്ങളെ പിന്തുണക്കുക എന്നത്. അത് ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെയും താല്പര്യമാണ്, ഈ രാജ്യത്തിൻ്റെ താല്പര്യമാണ്, രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും താല്പര്യമാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ സഹിഷ്ണുതയുടെയും താല്പര്യമാണ്. അതുകൊണ്ട് വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു. 2000 ആണ്ടുകളായപ്പോഴേക്ക് അവസ്ഥ വീണ്ടും മാറി. കാരണം അന്ന് അതോടുകൂടി സോഷ്യലിസ്റ്റ് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത സാമ്രാജ്യത്വം ലോകത്തെ കീഴ്പ്പെടുത്താൻ തുടങ്ങി. അതിൻ്റെ മുഖ്യ ശത്രുവായി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കണ്ടു. ഇന്ത്യ രാജ്യത്തെയും അത് കീഴ്പ്പെടുത്തി. അതുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുക എന്നത് ഈ രാജ്യത്തെ മനുഷ്യരുടെ പൊതുവിലും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും പ്രത്യേകിച്ചുമുള്ള ബാധ്യതയായി, ഉത്തരവാദിത്തമായി മാറി. അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്വ വിരുദ്ധമായ നിലപാട് എന്നത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിച്ചു. രണ്ടാമത്തേതായി വർഗീയ ഫാസിസം, അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുതലാളിത്തപരമായൊരു സംസ്കാരവും ജീവിത രീതിയും കടന്നു വന്നു. ആ മുതലാളിത്ത വിരുദ്ധമായ സമീപനം സ്വീകരിക്കുക എന്നത് ഇസ്ലാമിൻ്റെ മുഖ്യ താല്പര്യങ്ങൾപ്പെട്ടായിരുന്നു, ഇസ്ലാമിക മൂല്യങ്ങളുടെ അനിവാര്യമായ ഭാഗമായിരുന്നു. അതോടൊപ്പം തന്നെ അഴിമതിയിൽ നിന്ന് രാജ്യം മുക്തമാവേണ്ടതുണ്ട്. അഴിമതി മതവിരുദ്ധമാണ്, ദൈവവിരുദ്ധമാണ്, മനുഷ്യവിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണ്. അതിനെതിരെയും ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടതുണ്ട്. ഈ 4 അടിത്തറകളെ ഊന്നി നിന്നുകൊണ്ട് താരതമ്യേന ഈ 4 കാര്യങ്ങളിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഈ രാജ്യത്തിനും രാജ്യനിവാസികൾക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന മുന്നണിയെ പിന്തുണയ്ക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചത്. പാർലമെൻറ്റിലും അങ്ങനെ തന്നെയായിരുന്നു. പാർലമെൻറ്റിൽ ഒരു ശക്തിയുള്ള പ്രതിപക്ഷം ഉണ്ടാവണമെന്ന് തീരുമാനിച്ചു. അതിനടിസ്ഥാനത്തിൽ പിന്തുണയ്ക്കുകയാണുള്ളത്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തീരുമാനിച്ചിരിക്കുന്നു, ഇന്ത്യയിൽ കഴിഞ്ഞ 60 വർഷമായി ഇങ്ങനെയുള്ള നിലപാടിലൂടെ വളർന്ന് വികസിച്ച ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു വലിയ രാഷ്ട്രീയമായ കാൽവെപ്പ് നടത്താൻ കഴിയുമെന്ന് അത് മനസ്സിലാക്കിയിരിക്കുന്നു. അതനുസരിച്ച് ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകുവാൻ ജമാഅത്ത് ഇസ്ലാമി തീരുമാനിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത മാർച്ച് മാസത്തിൽ
മാർച്ച് മാസം അവസാനത്തിൽ ഇന്ത്യക്കയിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ സംഘടന, ജമാഅത്ത് ഇസ്ലാമി കൂടി മുഖ്യ പങ്കാളിത്തമുള്ള ഒരു രാഷ്ട്രീയ സംഘടന ഈ രാജ്യത്ത് രൂപം കൊള്ളുക തന്നെ ചെയ്യും. ഈ രാഷ്ട്രീയമായ മാറ്റങ്ങൾ വന്നില്ലേ എന്ന് ചോദിച്ചു. തീർച്ചയായും രാഷ്ട്രീയമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നയപരമായ മാറ്റമാണ്. ഈ നയപരമായ മാറ്റത്തിന് ഇസ്ലാമിൽ പഴുതുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ നയപരമായ മാറ്റം വരുത്താൻ അനുവാദമുണ്ടോ, സാധ്യതയുണ്ടോ? ഉണ്ടെന്നതിന് എന്താണ് സംശയമുള്ളത്? നബി തിരുമേനി സ്വല്ലല്ലാഹു കാലത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തും ഉണ്ടായിരുന്ന ഒരുപാട് നയങ്ങൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് മാറ്റിയില്ലേ? സക്കാത്ത് കൊടുത്തിരുന്ന മുഅല്ലഫത്ത് ഖുലൂബിലെ ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുന്നത് നിർത്തിയില്ലേ? യുദ്ധത്തിൽ പിടിച്ചെടുക്കപ്പെട്ടിരുന്ന ഭൂമി പട്ടാളക്കാർക്കല്ലേ വിതരണം ചെയ്തിരുന്നത്? പക്ഷെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് അവസ്ഥ മാറിയപ്പോൾ ആ നിലപാട് മാറ്റിയില്ലേ? മദ്യപാനികൾക്ക് 40 അടിയായിരുന്നില്ലേ നബി തിരുമേനിയുടെ കാലത്തും അബൂബക്കറിന്റെ കാലത്തും ഉണ്ടായിരുന്നത്? മദ്യപാനികൾ അടിവാങ്ങി വീണ്ടും മദ്യപിക്കാൻ തുടങ്ങിയപ്പോൾ അത് 80 അടിയാക്കി മാറ്റുകയും തല മൊട്ടയടിക്കുകയും ചെയ്തില്ലേ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ബൈത്തുൽമാലിന് രൂപം നൽകിയില്ലേ? ഹിജറ കലണ്ടർക്ക് രൂപം നൽകിയില്ലേ? അപ്പോൾ നയപരമായി പുതിയ സാഹചര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും രാജ്യത്തിൻ്റെ സാഹചര്യങ്ങളും സമൂഹത്തിൻ്റെ അവസ്ഥയുമായി നയപരമായ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിയിട്ടുണ്ട്. കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നവരോ അവർ യഥാർത്ഥത്തിൽ നയപരമായി മാറ്റിയിട്ടുണ്ട്. 1930കളിൽ മുസ്ലിം ലീഗിൽ ചേരൽ, അതും ഏത് മുസ്ലിം ലീഗിൽ? പാകിസ്ഥാൻ വാദം ഉന്നയിച്ച മുസ്ലിം ലീഗിൽ, ഷീഇയായ ജിന്ന നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിൽ ചേരൽ വാജിബും ഫർളുമാണ് എന്നല്ലേ കേരളത്തിലെ മുജാഹിദുകളുടെ പണ്ഡിതസംഘടനയായ കേരള ജമിഅത്തുൽ ഉലമ വ്യക്തമായി പറഞ്ഞത്, തുറന്നെഴുതിയത്? 1947 വിഭജനം അടുത്തു നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിനെ, അതും ജിന്നയുടെ മുസ്ലിം ലീഗിനെ, വിഭജനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ജിന്നയുടെ പിന്നെ അണിനിരക്കണമെന്നും ജിന്നയിൽ പണ്ഡിതന്മാർ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തുന്നു എന്നുമല്ലേ 1947 തന്നെ മുജാഹിദുകളുടെ പണ്ഡിത സംഘടനയായ ജമിഅത്തുൽ ഉലമ പുളിക്കൽ വെച്ച് യോഗം ചേർന്ന് പ്രമേയം പാസാക്കിയത്? അതുപോലെ തന്നെ 1960 ഇവിടെ മുക്കൂട്ടുമുന്നണി മത്സരിച്ചപ്പോൾ അന്ന് വോട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ ജമാഅത്ത് ഇസ്ലാമി കമ്മ്യൂണിസ്റ്റുകളെ സഹായിക്കാണ്, അവർ ഇസ്ലാമിൻ്റെ വിരുദ്ധരാണ്, മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞിരുന്നത്. 1967 മുസ്ലിം ലീഗ് സപ്തമുന്നണി ചേർന്നപ്പം അവർക്ക് വോട്ട് ചെയ്യാണ്ട് വലിയ പുണ്യകർമ്മമായല്ലേ പറഞ്ഞത്? ആയ മുസ്ലിം ലീഗുകാർ അന്ന് പ്രസംഗിച്ചു നടന്നത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രമടയത്ത് വോട്ട് ചെയ്യണമെന്നല്ലേ? അപ്പോൾ നയപരമായി ഈ മാറ്റം ജമാഅത്ത് ഇസ്ലാമി മാത്രം സ്വീകരിച്ചല്ല, ജമാഅത്ത് ഇസ്ലാമി ദീനിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചു, മറ്റുള്ളവർ ഭൗതിക താല്പര്യത്തിന് വേണ്ടി സ്വീകരിച്ചു. ഈ വ്യത്യാസമേ യഥാർത്ഥത്തിൽ ഉള്ളൂ എന്നതാണ് വസ്തുത. ശരി, ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴും ഒരു ഇസ്ലാമിക സംഘടന എന്ന നിലക്ക് സ്വാഭാവികമായിട്ടും എല്ലാവരും സാധാരണ രീതിയിൽ മനസ്സിലാക്കുക, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് നടക്കുന്ന മുസ്ലിം ലീഗിനെ ആയിരിക്കും പിന്തുണക്കുക എന്നായിരുന്നു. പക്ഷെ തികച്ചും നിരീശ്വരവാദികളായ മാർക്സ് പാർട്ടിയെ പോലെയുള്ള ആളുകൾക്ക് ഒന്നായിട്ട് പിന്തുണ നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് ജമാഅത്ത് ഇസ്ലാമി എത്തിയതിൻ്റെ ന്യായീകരണം എന്താണ്? ഇവിടെ നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരുമായി യോജിക്കുക, അവർക്ക് വോട്ട് രേഖപ്പെടുത്താമെന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കേണ്ടതില്ല. കേരളത്തിലെ ശേഷം മലബാറിലെ 4 മതസംഘടനകൾ ഏതാണ്ട് എല്ലാം തന്നെ മുസ്ലിം ലീഗിൻ്റെ ചിറകിന് കീഴിലാണ്. മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറേ കൊല്ലമായി കമ്മ്യൂണിസ്റ്റുകാരുടെ ഏതെങ്കിലും ഒരു ഘടകമുള്ള മുന്നണിയിലാണ്. 1967 സപ്തമുന്നണിയിൽ ലീഗ് ഉണ്ടായിരുന്നു, ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, പിന്നെ ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് വിട്ടു. അപ്പോഴും കോൺഗ്രസും മുസ്ലിം ലീഗും വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണ് ദീർഘകാലമായി ഭരണം നടത്തിയത്. ഇപ്പോഴും ഗൗരിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രാഘവൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗിലുണ്ട്. അതുകൊണ്ട് നിരീശ്വരവാദികളെ പിന്തുണയ്ക്കുക, കമ്മ്യൂണിസ്റ്റുകാരെ പിന്തുണയ്ക്കുക എന്നൊരു കാര്യം പറഞ്ഞിട്ടൊന്നും ജമാഅത്ത് ഇസ്ലാമിയെ പ്രത്യേകം പറയേണ്ടതില്ല. അതുപോലെ എല്ലാ മതസംഘടനകളും മുസ്ലിം ലീഗും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ സമുദായത്തിൻ്റെ സുരക്ഷിതത്വം, സംരക്ഷണം, ഇതിന് മുസ്ലിം ലീഗ് ശ്രമിക്കാം. മുസ്ലിം ലീഗ് അതിന് ശ്രമിക്കുന്നിടത്തോളം കാലം ലീഗിന് പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യും. മുസ്ലിം ലീഗ് പക്ഷേ അറിയാം, ഒരു ദേശീയ സംഘടനയാണ് പേരില്ലെങ്കിലും അത് മലബാറിലേ ഉള്ളൂ. കേരളത്തിൽ പോലും എല്ലാ ഭാഗത്തും മുസ്ലിം ലീഗ് ശക്തിയോ സ്വാധീനമോ ഇല്ല, അതൊരു ഭാഗം മറുപാട്ട്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? അത് മുസ്ലിം ലീഗ് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് എതിരായ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെ വിയോജിക്കേണ്ടി വരികയാണ് ചെയ്തത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം അങ്ങനെയാണ്. മുസ്ലിം ലീഗിൻ്റെ യഥാർത്ഥത്തിൽ സാന്നിധ്യം കേരളത്തിൽ ഇസ്ലാമിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്, കുറക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഗുണകരമാണോ ദോഷകരമാണോ? ആ ചർച്ച ഏതാനും ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ടാക്കിയതല്ലല്ലോ. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന
സെക്രട്ടറി തന്നെ ഉണ്ടാക്കിയ ചർച്ചയല്ലേ. പക്ഷേ അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ലീഗിനും തന്നെ എന്തൊരു അവസ്ഥയാണ് ഉണ്ടാക്കിയെന്ന് ആലോചിച്ച് നോക്കൂ. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാട് ഇസ്ലാമിനും മുസ്ലിങ്ങളുടെയും മുഖ്യ താല്പര്യങ്ങളുൾപ്പെടെ ഈ രാജ്യത്ത് ഇസ്ലാമിക മൂല്യങ്ങൾ രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും ഭരണത്തിലും സാധ്യമാവുന്നിടത്തോളം സ്ഥാപിക്കുക എന്നതാണ്. ലീഗ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ താല്പര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്ന ഘട്ടത്തിലല്ലേ വല്ലതൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. മലപ്പുറം ജില്ല നേടിയെടുത്തു. മലപ്പുറം ജില്ല അനുഭവിച്ച ആരാണ്? EMS നമ്പൂതിരിപ്പാടല്ലേ. അന്ന് ഇപ്പോൾ ലീഗിൻ്റെ കൂടെയുള്ള കോൺഗ്രസിൻ്റെ വലിയ നേതാവ് ആര്യാട് മുഹമ്മദ് നിലമ്പൂരിൽ നിന്ന് പെരുന്തൽമണ്ണ വരെ പ്രകടനം നടത്തി വെച്ചത് കാൽനടയാതാ. എന്തിന്? മലപ്പുറം ജില്ല അനുവദിക്കരുത്, പാകിസ്ഥാനാവും, മാപ്രസ്ഥാനാവും എന്നല്ലേ യഥാർത്ഥത്തിൽ ആര്യാട് മുഹമ്മദ് KPCC എന്ന് പറഞ്ഞത്. കേരളത്തിലെ പത്രം മലപ്പുറം ജില്ലക്കെതിരെ എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയത്. എന്നിട്ടും EMS നമ്പൂതിരിപ്പാട് മലപ്പുറം ജില്ല അനുവദിച്ചില്ലേ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉടനെ പറഞ്ഞു കാലിക്കൂത്താറിന് അറബി ഭാഗത്തുണ്ടായത്, അതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പേര് നൽകരുത് അന്ന് പറഞ്ഞു. പക്ഷേ EMS നമ്പൂതിരിപ്പാട് വഴങ്ങിയില്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അനുവദിച്ചു. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം അറബി അധ്യാപകരുണ്ട്. ആ അറബി അധ്യാപകർ യഥാർത്ഥത്തിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായിരുന്നില്ലേ? അവരെ ഭാഷാധ്യാപകരാക്കി മാറ്റിയാരാ? അത് EMSൻ്റെ പറഞ്ഞ കാലത്തല്ലേ. ആരാധനാലയങ്ങൾ ഉണ്ടാക്കാനുള്ള നിയന്ത്രണം എടുത്തു കളഞ്ഞെന്ന EMSൻ്റെ കാലത്തല്ലേ. ആരാണ് മുസ്ലിം സമുദായത്തിനോട് സംവരണം ഏർപ്പെടുത്തിയത്? അതും കമ്മ്യൂണിസ്റ്റുകളുടെ കാലത്തല്ലേ. അപ്പോൾ ഈ ഭൗതികമായ നേട്ടങ്ങളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ അത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ലീഗ് എന്നപ്പോൾ കിട്ടിയാണ് യഥാർത്ഥ നേട്ടം. അപ്പോൾ നമുക്കറിയാം അലീഗഡ് യൂണിവേഴ്സിറ്റിയുടെ 5 ക്യാമ്പസ് അനുവദിച്ചു. പക്ഷേ ആകെ 2 ക്യാമ്പസേ വന്നുള്ളൂ. അത് ഏറ്റവും ആദ്യം സ്ഥാപിതമായി കേരളത്തിലാണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ വകുപ്പ് ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങളുടെയൊക്കെ താല്പര്യ സംരക്ഷണത്തിൽ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് മുസ്ലിം ലീഗ് ചെയ്യുന്നതിനേക്കാൾ ഒരുപക്ഷെ ചിലപ്പോൾ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ അവർ എതിരുണ്ട്. അതന്ന് തന്നെ മദ്യം നിരോധനം എടുത്തു കളഞ്ഞു, ഭാഗ്യക്കുറി നടപ്പാക്കി. അതിൽ ലീഗ് നല്ല കാര്യങ്ങൾ പങ്കുവച്ചോടെ അതിലും ലീഗ് കൂടി പങ്കാളിത്തമുള്ള മന്ത്രിസഭയാണ് നടപ്പാക്കിയത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും താല്പര്യ സംരക്ഷണത്തെക്കാളേറെ അതിൻ്റെ തന്നെ നേതാക്കളുടെയും ഒരു പറ്റം വലിയ മുതലാളിമാരുടെയും കച്ചവടക്കാരുടെയും താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. അതിനുവേണ്ടി സ്വീകരിക്കുന്ന അത്ര സമയവും അധ്വാനവും ഇസ്ലാമിൻ്റെയോ മുസ്ലിങ്ങളുടെയോ രാജ്യത്തിൻ്റെയോ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യമായ ഒന്നും നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. അതിന് വിലപേശ ശക്തി അതിന് നേതാക്കളുടെ ജീർണത കൊണ്ട് നഷ്ടപ്പെടുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിൽ ലീഗിനെ പിന്തുണയ്ക്കാൻ വളരെ പ്രയാസമുണ്ട്. അതേസമയം മാർക്സിസ്റ്റ് പാർട്ടി അവരെ സംബന്ധിച്ച് അവരുടെ ആദർശം നമ്മൾ എതിർക്കുന്നു. ആദർശപരമായി ഏറ്റവും കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കുന്നത് വസാമിന്. അതേസമയം ഈ നേരത്തെ സൂചിപ്പിച്ച സാമ്രാജ്യത്വ വിരുദ്ധവും വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധവും മുതലാളിത്വ വിരുദ്ധവുമായ അഴിമതി വിരുദ്ധവുമായ കാര്യത്തിൽ താരതമ്യേന ഭേദപ്പെട്ടവരായതുകൊണ്ട് അവരെ പിന്തുണക്കുകയും ചെയ്തു. ഇത് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും പക്ഷത്തു നിന്ന് എടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനമാണ് ജമാഅത്ത് ഇസ്ലാമി എടുത്തതും അതുതന്നെയാണ്. പിന്നെ ജമാഅത്ത് ഇസ്ലാമി ലീഗ് വിരുദ്ധ സംഘടനയല്ല. എപ്പോഴെല്ലാം മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിയെ അതിൻ്റെ പൊതുപ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ അന്നെല്ലാം പങ്കാളികളായിട്ടുണ്ട്. മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയെ ലീഗ് എതിർക്കല്ലാതെ ലീഗ് ജമാഅത്ത് ഇസ്ലാമിയെ അങ്ങേക്കയറി എതിർക്കുന്ന അവസ്ഥ ചരിത്രത്തിൽ ഉണ്ടായിട്ടുമില്ല. ജമാഅത്ത് ഇസ്ലാമിക്കാർ മുഴുവൻ ലീഗിന് ഒന്നാകെ വോട്ട് ചെയ്താൽ മാത്രമേ ജമാഅത്ത് ഇസ്ലാമി അംഗീകരിക്കാൻ കഴിയുള്ളെങ്കിൽ അത് സാധ്യമല്ല. ഇതാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി പലപ്പോഴും ലീഗിൽ ധാരാളം സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്തു. പക്ഷേ ചിലർക്ക് വോട്ട് കൊടുത്തില്ല എങ്കിൽ അപ്പോൾ ജമാഅത്ത് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കും. അതായത് ജമാഅത്ത് ഇസ്ലാമി ലീഗിനെ എതിർക്കല്ല, ലീഗ് ജമാഅത്ത് ഇസ്ലാമിനെ എതിർക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വസ്തുത. ശരി, ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി രംഗത്തിറങ്ങി മത്സരിച്ചപ്പോൾ മുസ്ലിം ലീഗും അതുപോലുള്ള സംഘടനകളൊക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത് മത്സരിച്ചപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് കിട്ടിയത് വെറും 9 സീറ്റുകളാണ് എന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ജനപിന്തുണ വളരെ താഴെയാണ് എന്നല്ലേ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാവുന്നത്? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി മത്സരിച്ചിട്ടില്ല. ഓരോ പ്രദേശത്തെയും പ്രാദേശികത്തിൽ രൂപം കൊണ്ട ജനകീയ മുന്നണികൾ, വികസന മുന്നണികൾ, ജനപക്ഷ മുന്നണികൾ അവയാണ് മത്സരിച്ചത്. തീർച്ചയായും ജമാഅത്ത് പ്രവർത്തകർ അതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചു. അങ്ങനെ ജമാഅത്തുകാരായ ആളുകൾ മത്സരത്തിൽ സ്ഥാനാർത്ഥികളാവുകയുമൊക്കെ ചെയ്തു. അങ്ങനെ മത്സരിച്ചപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വച്ച ചില മൗലികമായ അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ലഭ്യമാകുന്ന മുഴുവൻ സംഖ്യയും, ചെലവഴിക്കുന്ന മുഴുവൻ സംഖ്യയും
സത്യസന്ധമായി നീതിപൂർവമായി ചെലവഴിക്കേണ്ടതുണ്ട്. അതിന് അവകാശികളായ ജനങ്ങൾക്കത് ലഭിക്കണം. സ്വജനപക്ഷപാതവും അഴിമതിയും ഉണ്ടാകാൻ പാടില്ല. ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായ വികസനമാണ് സംഭവിക്കേണ്ടത്. അതോടൊപ്പം തന്നെ പ്രകൃതി വിരുദ്ധമായ വികസനം സംഭവിക്കാൻ പാടില്ല. ജനങ്ങൾക്ക് അവരുടെ പണം ചെലവഴിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പ്രാദേശിക വികസനത്തിലൂന്നിയുള്ള സത്യസന്ധമായ നീതിപൂർവമായ ഒരു ഭരണമെന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഉജ്ജ്വലമായ മാനവിക മൂല്യങ്ങൾ, മാനവികമായ വികസനം, രാജ്യത്തിൻ്റെ പ്രാദേശിക വികസനം ഇതിൽ ഊന്നിക്കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ ജനപക്ഷ മുന്നണി, ജനകീയ മുന്നണി മത്സരിച്ച് ജമാഅത്ത് ഇസ്ലാമിയിൽ പങ്കാളികളായി. ഇതേവരെ മതത്തിൽ മാത്രം ഊന്നി നിൽക്കും. രാഷ്ട്രീയം ഞങ്ങൾ ഇടപെടില്ല, രാഷ്ട്രീയം ദുനിയാവിൻ്റെ കാര്യമാണ്, അത് ഞങ്ങൾ ഓരോരുത്തർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ 4 മതസംഘടനകളും ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ആയിരക്കണക്കിന് രഘുലകൾ അച്ചടിച്ചു വിതരണം ചെയ്തു. ഒരുപാട് ലേഖനങ്ങൾ എഴുതി, ഒരുപാട് പ്രസംഗങ്ങൾ നടത്തി, സ്ക്വാഡ് പ്രവർത്തനം നടത്തി. അവരെല്ലാവരും പറഞ്ഞൊരു കാര്യം, ജമാഅത്ത് ഇസ്ലാമിക്ക് വോട്ട് ചെയ്യരുതെന്നായിരുന്നു. ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ നിയോഗം എന്താ അവരെ എന്തിനാണ് അള്ളാഹു നിയോഗിച്ചത്? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഹ്ജത്തിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമൂഹമാണ്. നല്ലത് കൽപ്പിക്കുന്നു, ചീത്ത വിരോധിക്കുന്നു. പൊതുജീവിതത്തിൽ നന്മ സ്ഥാപിക്കലും തിന്മ ഇല്ലാതാക്കലുമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ നിയോഗം. എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ഈ എല്ലാ പ്രവർത്തനവും നടത്തിയ ഏതെങ്കിലും ഒരു മതസംഘടന കള്ളു കൊടുത്ത് വോട്ട് വാങ്ങുന്നവർക്ക് വോട്ട് ചെയ്യരുത് എന്നൊരു വാചകം പറഞ്ഞോ? ഒരു വാക്ക് പറഞ്ഞോ? പഞ്ചായത്തിൻ്റെ സ്വത്ത് കവർന്നെടുക്കുന്ന അടിമതിക്കാർക്ക് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞോ? അന്യൻ്റെ പണം അപഹരിക്കുന്നവർക്ക് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞോ? അഥവാ പൊതുജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടി ഒരു വാചകവും പറയാൻ, ഒരു വാചകവും എഴുതാൻ കേരളത്തിലെ മതസംഘടനകൾക്ക് കഴിഞ്ഞില്ല എന്നത് എത്രമാത്രം നിർഭാഗ്യകരമാണ്. അതിൻ്റെ അർത്ഥം അവരെ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഇസ്ലാമിനെയാണോ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്, പ്രധാനമാണ്. പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് 9 സീറ്റ് കിട്ടി. 109 സ്ഥലങ്ങളിൽ അത് 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ഇത് വലിയൊരു വിജയമായാണ് ജമാഅത്ത് ഇസ്ലാമി കാണുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ചിലപ്പോൾ ചോദിച്ചേക്കാൻ, ഞങ്ങൾ കോട്ടക്കൽ യോഗം ചേർന്നില്ലേ? ഞങ്ങളുടെ എല്ലാ മതസംഘടനകളും കൂടി ജമാഅത്ത് ഇസ്ലാമി ഒറ്റപ്പെടുത്തിയില്ലേ? ഞങ്ങൾക്കത് മുസ്ലിം ലീഗിൻ്റെ സഹായം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നിങ്ങൾ സമുദായത്തിൽ പുറമ്പോക്കിലല്ലേ? നിങ്ങൾ സമുദായത്തിൻ്റെ പുറത്തല്ലേ എന്ന് ചോദിച്ചേക്കാം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇത് ഞങ്ങൾക്ക് പുതുമയുള്ളൊരു കാര്യമല്ല. കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ 2 പാതയുണ്ട്. ഒന്ന്, പാശ്ചാത്യരായ ആളുകളുടെ ഭാഷയിൽ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാം. ഇവിടുത്തെ ജമാഅത്ത് വിമർശകരുടെ ഭാഷയിൽ പറഞ്ഞ രാഷ്ട്രീയ ഇസ്ലാം. ആ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ സമഗ്രമായ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്ത് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ട്. മറുഭാഗത്ത് പാരമ്പര്യ നിലപാട് സ്വീകരിച്ച സാമാന്യമായ മുസ്ലിം സമൂഹവും അവിടെ മതപണ്ഡിതന്മാരുമുണ്ട്. ഈ 2 പാത ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ഇത് ആരംഭിച്ച ഇന്നോ ഇന്നലെയുമല്ല, സഹാബികളുടെ കാലത്താണ്. സഹാബികളുടെ കാലത്ത് ഒരു ഭരണാധികാരി അധികാരം ഏറ്റുകൊണ്ട് പറഞ്ഞു, ഇന്നീല അറാ റൂസൻ കഥൈനാത്ത് വഹന കിതാഫ ഒന്നീല സ്വാഗതം. ഞാൻ ചില തലകൾ കാണുന്നുണ്ട്, അത് പറിച്ചെടുക്കാൻ പാകമായിരിക്കും, സമയമായിരിക്കും, ഞാനത് പറിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മർദ്ദകനായ ഹജ്ജാജ് രംഗത്ത് വന്നു, ഭരണാധികാരിയായി. അപ്പോൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്ന ആരാണെന്ന് അറിയുമോ? പ്രവാചകൻ്റെ അരുമശിഷ്യനായ അബ്ദുല്ലാ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ്റെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകൻ. അപ്പോൾ നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുകയും നരകം ഭയപ്പെടുകയും സ്വർഗം ആഗ്രഹിക്കുകയും ചെയ്ത മുസ്ലിം മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ ആടുകൂടിയായിരുന്നു. പ്രവാചകൻ്റെ അരുമശിഷ്യനായ അബ്ദുല്ലാ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയോ അതോ മർദ്ദകനായ ഹജ്ജാജിൻ്റെ കൂടെയോ? മർദ്ദകനായ ഹജ്ജാജിൻ്റെ കൂടെയായിരുന്നു. അവസാനം യുദ്ധക്കളത്തിൽ വെച്ച് വിജയം ഹജ്ജാജിനാണെന്ന് ബോധ്യമായപ്പോൾ കൂടെയുള്ളവർ കൂറുമാറി. അപ്പോൾ അബ്ദുല്ലാ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉമ്മയുടെ അടുത്ത് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠ സഹോദരി 100 വയസ്സായ അസ്മാ റളിയല്ലാഹു അടുത്ത്. ഉമ്മ ചോദിച്ചു, മോനെ നീ സത്യത്തിന് വേണ്ടിയല്ലേ പൊരുതിയത്? അതെ. മരിക്കാൻ പേടിയുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? പറഞ്ഞു, എന്നെ കൊന്നാൽ അവരെ കുരിശിൽ തറക്കുമോ എന്ന് എനിക്ക് ഭയം, അതുകൊണ്ടാണ്. അപ്പോൾ ഉമ്മ ചോദിച്ചു, മോനെ ആടിനർത്താ പിന്നെ അത് തോലൊളിക്കുമ്പോൾ ഏതുണ്ടാകും? നീ സത്യത്തിന് വേണ്ടി പൊരുതു മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ സത്യത്തിന് വേണ്ടി അബ്ദുല്ലാ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വം വെച്ചു. പ്രവാചകൻ്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ്റെ മടിയിൽ കിടന്ന് വളർന്ന, പ്രവാചകൻ്റെ ചുടിലുമ്പടങ്ങളേറ്റ് വളർന്ന, പ്രവാചകന് ഏറ്റവും പ്രിയപ്പെട്ട, പ്രവാചകൻ്റെ നമസ്കരിക്കുമ്പോൾ ചുമലിൽ കയറിയിരുന്ന പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു.
ഇസ്ലാമിക ഭരണം രാജാധിപത്യത്തിലേക്കും കുടുംബവാഴ്ചയിലേക്കും നീങ്ങിയപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു. എത്ര പേർ പ്രവാചകൻ്റെ പേരക്കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു? 150 താഴെ ആളുകൾ. അദ്ദേഹത്തിൻ്റെ രംഗത്ത് വന്ന ഇബ്നു സിയാദിന് കൂടെയോ 10,000-ലേറെ ആളുകൾ. നമസ്കരിക്കുകയും നോമ്പ് കൊടുക്കുകയും സകാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുന്ന 10,000 മർദ്ദകനായ ഇബ്നു സിയാദിൻ്റെ കൂടെ, പ്രവാചകൻ്റെ പേരക്കുട്ടിയുടെ കൂടെ 150 താഴെ ആളുകൾ. അവസാനം കർബലയുടെ തീരത്ത്, യൂഫ്രട്ടീസിൻ്റെ തീരത്ത്, കർബലയുടെ വനത്തരികളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു 10 ദിവസത്തോളം ഉപരോധിക്കപ്പെട്ടു. ദാഹജലം ലഭിക്കാതെ ക്രൂരമായി കൊലയപ്പെട്ടു. അന്ന് അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തെ പ്രതിഷേധിക്കാൻ 10 സോൾഡാറ്റിക്കാരോ SIOക്കാരോ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നാം കാണുന്നു ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മൻസൂർ ജയിലിലടച്ചു. ജയിലിൽ വെച്ചാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടത്. ഇന്ന് ബിനാക്സിനെ തടവിലിടുമ്പോൾ പ്രതിഷേധിക്കാൻ നമ്മുടെ SIOയുടെ കുട്ടികളുണ്ട്, സോൾഡാറ്റി പ്രവർത്തകരുണ്ട്. പക്ഷേ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി കാരാഗ്രഹത്തിലിട്ട് അവിടെ വെച്ച് മരിക്കുമ്പോൾ, ജയിലിൽ വെച്ച് മരിക്കുമ്പോൾ പ്രതിഷേധിക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല. ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ അടിച്ച് ചുമലിൽ വേർപ്പെടുത്തി, തല മൊട്ടടിച്ചു, മുഖത്ത് കരിവാരിത്തിച്ചു, കഴുതപ്പെടുത്തി അങ്ങാടിയിലൂടെ നടത്തിക്കൊണ്ടുപോയി. പ്രതിഷേധിക്കാൻ ആളുണ്ടായിരുന്നില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം എൻ്റെ വീട്ടിനരികിലൂടെ പ്രകടനം വന്നു. വിജയവേളയിൽ എൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, നായ, പട്ടി, പന്നി, ചെറ്റ എന്നൊക്കെ വിളിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നി. അതുകൊണ്ട് അവർ തൃപ്തിപ്പെടാതെ വൈക്കോൽ കൊണ്ടൊരു കൂനയുണ്ടാക്കി, ഒരു ഉപ്പുണ്ടാക്കി. നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് കാരകുന്ന് തിരുത്തി, മണ്ണെണ്ണൊഴിച്ച് തീ കൊളുത്തി. എനിക്ക് 4 കാരണങ്ങളാൽ വലിയ സന്തോഷം തോന്നി. ഒന്ന്, ഇത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ പ്രവർത്തകർ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അല്ലെങ്കിൽ എല്ലാ ആക്ഷേപങ്ങളും ശകാരങ്ങളും പരിഹാസവും ഞാനും ഏറ്റുവാങ്ങുമ്പോഴേ എനിക്ക് സന്തോഷം തോന്നുകയുള്ളൂ. ആ കാരണത്തിൽ എനിക്ക് സന്തോഷം തോന്നി. രണ്ടാമതായി, എൻ്റെ പാപങ്ങൾ, ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന പാപങ്ങളതാ വെണ്ണീറായി മാറുകയാണ് തെരുവിൽ. ഞാൻ ഇന്ന് സന്തോഷിക്കാതിരിക്കണം. മൂന്നാമതായി, എൻ്റെ പുണ്യകർമ്മങ്ങളിലേക്ക് തെരുവിൽ നിന്ന്, പ്രകടനങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ആളുകളുടെ നാവുകളിൽ നിന്ന് പുണ്യകർമ്മം ഇങ്ങനെ കടന്നു വരുന്നു. ഞാൻ ഇന്ന് സന്തോഷിക്കാതിരിക്കണം. നാലാമതായി, ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി അനുഭവിച്ചതിൻ്റെ 1001 പോലും നമ്മൾ അനുഭവിക്കുന്നില്ല. പിന്നെ നമ്മൾ എന്തിനെ സന്തോഷിക്കാതിരിക്കണം? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടും കുട്ടികളോടും പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കുക, അള്ളാഹുവോട് നന്ദി പറയുക. കാരണം നമുക്ക് സന്തോഷിക്കാനുള്ള സന്ദർഭമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി യമനിൽ നിന്ന് ബഗ്ദാദ് വരെ കയ്യാമ വെച്ച് നടത്തിക്കൊണ്ടുവന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയെ വടാവ് കൊണ്ടടിച്ചു, ജയിലിലിട്ടു. കാലം കണ്ട മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ ജയിലിലിട്ടു. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ആ മതപണ്ഡിതനെ ജയിലിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇന്ത്യയിലെ 2ാം സഹസ്രാബ്ദത്തിൻ്റെ നവോത്ഥാന നായകനായ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ജഹാംഗീറിന് മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ മടിച്ചതിൻ്റെ പേരിൽ ഗോളിയോ ജയിലിൽ അടച്ചു. അതുപോലെ തന്നെ മുസ്തഫ കമാൽ തുർക്കിയിൽ അറബി ഭാഷ നിരോധിച്ചു. മുസ്ലിം പെൺകുട്ടികൾ തലമറക്കുന്ന വിലക്കി, അവർ കാൽമുട്ടിന് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്ലാമിനെ ആ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എതിരെ രംഗത്ത് വന്നു സയ്യിദ് നൂർസി. പക്ഷേ ഭൂരിപക്ഷം ആളുകളെ ആരെയും പിന്തുണച്ചത്? അത് ഈ 4 ഇമാമുകളെ പിന്തുണക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇബ്നു തൈമിയ്യയെ പിന്തുണക്കാൻ മുസ്ലിം സമൂഹത്തിൽ ചെറിയ ന്യൂനപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയായിരുന്നു ജഹാംഗീറിൻ്റെ കാര്യം. ജഹാംഗീറിൻ്റെ കൂടെ ആളുകളുണ്ടായിരുന്നു, പക്ഷേ ഷെയ്ഖ് അഹമ്മദ് സൈദിയുടെ കൂടെ മുസ്ലിം സമൂഹത്തിലെ ആളുകളിൽ. സയ്യിദ് നൂർസി എപ്പോഴും പിന്തുണക്കാൻ ആളുകളുണ്ടായിരുന്നില്ല. എന്നാൽ ചരിത്രത്തിൽ ആരാണ് ഇസ്ലാമിനെ നിലനിർത്തിയത്? ഇസ്ലാമിനെ അതിൻ്റെ ചൈതന്യത്തോടെ, അതിൻ്റെ പൂർണ്ണതയോടെ, യശസ്സോടെ നിലനിർത്തിയത് ഒരിക്കലും ഹജ്ജാജല്ല, ഇബ്നു സിയാദല്ല, മൻസൂറല്ല, ഈ മർദ്ദക ഭരണാധികാരികളല്ല, മറിച്ച് അബ്ദുല്ലാ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, 4 ഇമാമുകൾ. അതുകൊണ്ടല്ലേ അല്ലാമ ഇക്ബാൽ പാടിയത്, ഹർ കർബലാക്ക് പാടി ഇസ്ലാം ജിന്ദോത്താ ഹെ, ഓരോ കർബലയ്ക്ക് ശേഷവും ഇസ്ലാം പുതുജീവൻ നേടുന്നു. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തിലെ എത്ര ജനകോടികൾക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ജീവിതത്തിന് വെളിച്ചമായി, തെളിച്ചമായി, ഇസ്ലാമിക ജീവിത രീതിയായി മാറിയത്. ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുവത്ത എന്നൊരൊറ്റ ഗ്രന്ഥം ലോകത്ത് ചെയ്ത സേവനങ്ങൾ എത്ര വലുതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരക്കണക്കിന് കിലോമീറ്റർക്ക് ഇപ്പുറത്ത് 1000-ലേറെ കൊല്ലത്തിന് ശേഷവും കേരളത്തിലെ ജനലക്ഷങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വെളിച്ചം, അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിലൂടെ ലഭിച്ച വെളിച്ചം അവർക്ക് കർമ്മശാസ്ത്ര മേഖലയിൽ വമ്പിച്ച അനുഗ്രഹമായി മാറി. അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ മുഫ്തി അദ്ദേഹമാണ്. ഏറ്റവും കൂടുതൽ ഫത്വകൾ ഉദ്ധരിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഫത്വകളാണ്. ജയിലിൽ വെച്ച് ഭരിച്ച ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അമരത്വം നേടുകയായിരുന്നു. ഇന്ത്യയിലെ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി ജയിലടക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശിക്ഷണശീലങ്ങളല്ലേ ഔറംഗസേബിന് ജന്മം നൽകിയത്. സയ്യിദ് നൂർസിയുടെ അവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമല്ലേ ഇപ്പോൾ
ആ മതേതര തുർക്കിയിൽ ഉർദുഖാനും പ്രസിഡന്റും പ്രധാനമന്ത്രിയും അവരുടെ ഭാര്യമാർ പൊതുസ്ഥലത്ത് സ്ത്രീകൾ തലമറക്കാൻ പാടില്ല എന്ന നിയമമുള്ള രാജ്യത്ത് പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഭാര്യമാർ തലമറച്ച് ഇസ്ലാമിക വസ്ത്രധാരണം ഉൾക്കൊണ്ടുകൂടി ജീവിക്കുകയാണ് ചെയ്തത്. ഇന്ന് ലോകത്തിലെ ശ്രദ്ധേയമായ രാജ്യമായി തുർക്കി മാറിയതാണ്. സയ്യിദ് നൂർസിയുടെ രക്തത്തുള്ളികളിൽ നിന്നാണ് അങ്ങനെയൊരു മാറ്റമുണ്ടായത്. ഇമാം ഹസനുൽ ബന്നയുടെയും സയ്യിദ് നൂർസിയുടെ രക്തത്തുള്ളികളിൽ നിന്നാ ഇപ്പോൾ ഈജിപ്തിൽ ജനകീയമായ പോരാട്ടങ്ങൾ നടക്കും. അപ്പോൾ തങ്ങളുടെ ജീവിതകാലത്ത് അവർ അവഗണിക്കപ്പെട്ടെങ്കിലും തൊട്ടടുത്ത കാലത്ത് അവരാണ് ഈ ദീനെ നിലനിർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇമാം അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ, അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന് കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളുടെ മനുഷ്യരും ഇനി വരാനിരിക്കുന്ന മനുഷ്യരും പറയും റളിയല്ലാഹു അൻഹു എന്ന്. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. എന്നാൽ ആരെങ്കിലും ഹജ്ജാജിൻ്റെ പേര് കേൾക്കുമ്പോൾ, ഇബ്നു സിയാദിൻ്റെ പേര് കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇമാം അബൂ ഹനീഫയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. 4 ഇമാമുകളുടെയും അവസ്ഥ ഇതാണ്. ഇബ്നു തൈമിയ്യയുടെ അവസ്ഥ ഇതാണ്. അതേസമയം അവരുടെ എതിർച്ചേരുന്നവരോ അവർ ചരിത്രത്തിൽ ആരുമല്ലാതായി മാറി. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ഉടനെ തന്നെ അത് വമ്പിച്ച വിജയം നേടുമെന്നൊന്നും അത് പ്രതീക്ഷിക്കുന്നില്ല, സംഭവിക്കേണ്ടതുമില്ല. പക്ഷേ അത് വിജയം നേടിയ വിജയം വളരെ മഹത്തരമാണ്. അത് മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇൻഷാ അല്ലാഹ് കേരളീയ ജീവിതത്തിൽ വമ്പിച്ച മാറ്റം വരുത്തും. അന്ന് ഈ 9 ചരിത്രത്തെ നിർണായകമായി ഒരെണ്ണമായി മാറുക തന്നെ ചെയ്യും. അതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാണ് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പാത ഏതെന്ന് വ്യക്തമാണ്. അത് പാത അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹുവിൻ്റെ, ഇമാം ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ, 4 ഇമാമുകളുടെ, ഇബ്നു തൈമിയ്യയുടെ, അങ്ങനെ ഷഹീദ് ബന്ന വരെയുള്ള നീണ്ട ഇസ്ലാമിക നവോദ്ധാരകന്മാരുടെ രാജപാതയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പദം. എൻ്റെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ പാത ഏതെന്ന് നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പാതയിൽ അണിനിരക്കാം. അല്ല എങ്കിൽ ഇവർക്കെതിരെ അണിനിരന്ന ഹജ്ജാജിൻ്റെ, ഇബ്നു സിയാദിൻ്റെ, മൻസൂറിൻ്റെ ആ പാതയിൽ നിങ്ങൾക്ക് നിൽക്കാം. നിങ്ങളുടെ വഴി ഏതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ജമാഅത്ത് ഇസ്ലാമിയുടെ വഴി വളരെ വ്യക്തമാണ്, സംശയരഹിതമാണ്. അത് നവോത്ഥാനത്തിൻ്റെ രാജപാതയാണ്. അതാണ് ഇവിടെയും അത് അനുവർത്തിക്കുന്നത്.